നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു സീക്വൻസിൻ്റെ സബ് സീക്വൻസ്, സീക്വൻസിൻ്റെ കൺവേർജൻസും സബ് സീക്വൻസിൻ്റെ കൺവേർജൻസും തമ്മിൽ എന്താണ് ബന്ധം. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യം, ഒരു സീക്വൻസ് എക്സ് അത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണെങ്കിൽ ആ സീക്വൻസിലെല്ലാ സബ് സീക്വൻസുകളും ഏതൊരു സബ് സീക്വൻസ് എടുത്താലും അതും എങ്ങോട്ട് തന്നെ കൺവേർജ് ചെയ്യും, എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ തിയറത്തിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു സീക്വൻസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ സബ് സീക്വൻസ് ഡൈവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ സീക്വൻസും ഡൈവേർജ് ചെയ്യാമെന്ന് പറയാം, ഒരു ഒബ്സർവേഷൻ. അതല്ലെങ്കിൽ ഒരു സീക്വൻസ് ഉണ്ട്, അതിൻ്റെ രണ്ട് സബ് സീക്വൻസുകൾ രണ്ട് ഡിഫറെൻറ്റ് ലിമിറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ ഒറിജിനൽ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നില്ല എന്നും പറയാം. കാരണം സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ് സീക്വൻസുകളുടെ എല്ലാം ലിമിറ്റ് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ആണ് നമുക്ക് അടുത്ത തിയറായിട്ട് പറയാനുള്ളത്. ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ദെൻ ദി ഫോളോയിങ് ആർ ഇക്വലൻറ്റ്. ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളും സെയിം തന്നെയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദി സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ് ടു എക്സ് എന്നുള്ള സീക്വൻസ് എക്സിലേക്കല്ല കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് എന്നുള്ള സീക്വൻസ് ഒന്നില്ലെങ്കിൽ ഡൈവേർജൻ്റ് ആകാം, അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തല്ല, എക്സിലേക്കല്ല കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സിൻ്റെ ഏതോ ഒരു നെയ്ബർഹുഡിൻ്റെ അകത്ത് സീക്വൻസിൻ്റെ ഓൾ ബൈ ഫൈനൈറ്റ്ലി മെനി ടേംസ് വരുന്നില്ല എന്ന് പറയാം. അതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദർ എക്സിസ്റ്റ് സം epsilon naught greater than 0, some positive number epsilon naught, such that for any k belongs to n there exists nk in n such that nk greater than or equal to k and distance between x and k minus x is greater than or equal to epsilon naught. അതായത് എക്സിന് ഒരു നെയ്ബർഹുഡ് എക്സിസ്റ്റ് ചെയ്യും, ആ നെയ്ബർഹുഡിൻ്റെ ഏതൊരു എപ്സിലോൺ നോട്ട് റേഡിയസ് എന്നൊരു നെയ്ബർഹുഡ് എക്സിസ്റ്റ് ചെയ്യും. ആ നെയ്ബർഹുഡിൻ്റെ അകത്ത് ഓൾ ബട്ട് ഫൈനൈറ്റ്ലി മെനി ടേംസ് അല്ല വരിക, സീക്വൻസിലെ ഓൾ ബട്ട് ഫൈനൈറ്റ്ലി മെനി ടേംസ് അല്ല വരിക. അതായത് ഏതൊരു കേത്ത് ടൈം കഴിഞ്ഞാലും ഈ നെയ്ബർഹുഡിൻ്റെ അകത്ത് കേത്ത് ടൈം കഴിഞ്ഞിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ടേം ഈ നെയ്ബർഹുഡിൻ്റെ പുറത്തായിട്ട് വരും. അതാണ് എഴുതി. സോ നെക്സ്റ്റ് അതുതന്നെയാണ്, അതിനൊന്ന് മാറ്റി എഴുതിയാണ്. ദർ എക്സിസ്റ്റ് സം എപ്സിലോൺ ഓർ ഗ്രേറ്റർ than 0 and subsequence x and k of x such that distance between x and k and x is greater than epsilon naught for all k belongs to a. അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് നമ്മൾ ഇവിടെ ഓൾ കെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കെ ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് എക്സ് എൻ 1 കിട്ടും. കെ ഈക്വൽ ടു 2 ആകുമ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലെ എക്സ് എൻ 2 കിട്ടും. കെ ഈക്വൽ ടു 3 ആകുമ്പോൾ എക്സ് എൻ 3 കിട്ടും. ആ എക്സ് എൻ കെകളൊക്കെ എക്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. ഓക്കെ, സോ 1 ഇംപ്ലൈസ് 2ഉം 2 ഇംപ്ലൈസ് 3യും ഒബ്വിയസ് ആണ്. അതായത് 1 അസ്യൂം ചെയ്താൽ 2 ഹോൾഡ് ചെയ്യും, 2 ഹോൾഡ് ചെയ്താൽ 3യും ഹോൾഡ് ചെയ്യും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 3 ഹോൾഡ് ചെയ്താൽ 1 ഹോൾഡ് ചെയ്യുന്നുള്ള കാര്യമാണ്. അതും ഒബ്വിയസ് ആണ്. കാരണം നമുക്ക് ഒരു സീക്വൻസ് ഉണ്ട്, എക്സ് എന്നുള്ള സീക്വൻസിന് എക്സ് ഡാഷ് എന്നുള്ളൊരു സബ് സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 3 അസ്യൂം ചെയ്താൽ എക്സ് എൻ കെ എന്നുള്ള എക്സ് ഡാഷ് എന്നുള്ള സബ് സീക്വൻസ് ഉണ്ട്. ബൈ 3 എക്സ് ഡാഷ് എങ്ങോട്ട് കൺവേർജ് ചെയ്യില്ല, എക്സിലേക്ക് കൺവേർജ് ചെയ്യില്ല. കാരണം എക്സിൻ്റെ എപ്സിലോൺ നോട്ട് നെയ്ബർഹുഡിൻ്റെ പുറത്താണ് സബ് സീക്വൻസ് എക്സ് എൻ കെയിലുള്ള എല്ലാ ടേംസും. ഓക്കെ, സോ എക്സ് എൻ കെ എന്നുള്ള സബ് സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യില്ല, എക്സിലേക്ക് കൺവേർജ് ചെയ്യില്ല. അപ്പോൾ ഞാൻ തൊട്ടു മുന്നത്തെ തിയറ പ്രകാരം നമുക്ക് എന്ത് പറയാം, എക്സിന് എക്സ് ഡാഷ് എന്നുള്ളൊരു സബ് സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ് ഡാഷ് എന്നുള്ള സബ് സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നില്ല, എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല. സോ തൊട്ട് മുന്നത്തെ തിയറ പ്രകാരം എക്സും സീക്വൻസ് എക്സ്, അതായത് എക്സ് എന്നുള്ള സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യില്ല, എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഓക്കെ, അതായത് നമുക്ക് ഡെഫിനിഷൻ, സീക്വൻസിൻ്റെ ഡെഫിനിഷൻ, കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ ഡയറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഇക്വലൻ്റ് ആയിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു സീക്വൻസ് ഡൈവേർജൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ തിയറംസ് ഒക്കെ ഉപയോഗിക്കും. ഓക്കെ, അതായത് നമ്മൾ സീക്വൻസ് കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
എന്ത് പറയാം, ആ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു സീക്വൻസ് എക്സ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസ് ആണെങ്കിൽ എക്സ് എന്നുള്ള സീക്വൻസിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും എക്സിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഡൈവേർജൻസ് ചെക്ക് ചെയ്യാൻ നമുക്ക് ഈ രണ്ട് തിയറംസ് ഉപയോഗിക്കാം. സപ്പോസ് വി ഹാവ് എ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ. അത് ഡൈവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻസ് അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് പറയാം. ഓക്കെ, എന്തായിരിക്കും കണ്ടീഷൻ? സീക്വൻസ് അൺബൗണ്ടഡ് ആണെങ്കിൽ അതെന്ത് ചെയ്യില്ല, കൺവേർജ് ചെയ്യില്ല. കാരണം കൺവേർജിങ് സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആയിരിക്കും. സീക്വൻസ് അൺബൗണ്ടഡ് ആണെങ്കിൽ അപ്പോൾ സീക്വൻസ് കൺവേർജ് ചെയ്യില്ല. ഇനി ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും സെയിം പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സീക്വൻസിന് രണ്ട് സബ് സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് സബ് സീക്വൻസിൻ്റെ ലിമിറ്റ്സും ഈക്വൽ അല്ലെങ്കിലും നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഒറിജിനൽ സീക്വൻസ് ഈക്വൽ അല്ലെങ്കിൽ ഒറിജിനൽ സീക്വൻസ് എന്താണെന്ന് പറയാം, ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചില സീക്വൻസുകൾ ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് സീക്വൻസ് നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്തിട്ടുള്ള സീക്വൻസ് തന്നെയാണ്. സീക്വൻസ് -1 അത് ഡൈവേർജൻ്റ് ആണ്. ഓക്കെ, ഞാൻ ഒരു പോയിന്റിലേക്കും അത് കൺവേർജ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 1ലേക്ക് കൺവേർജ് ചെയ്യില്ല, -1ലേക്ക് കൺവേർജ് ചെയ്യില്ല. ഇനി ഏതൊരു റിയൽ നമ്പർ എടുത്താലും അത് കൺവേർജ് ചെയ്യില്ല എന്ന് ഞാൻ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു ഡൈവേർജൻ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. കാരണം സീക്വൻസ് xn = -1n എന്നുള്ള സീക്വൻസ് ആണെങ്കിൽ ആ സീക്വൻസ് എന്തായിരിക്കും, -1 1 -1 1 എക്സെട്ര എന്നുള്ള ഈ ഒരു സീക്വൻസ് ആയിരിക്കും. ആൾട്ടർനേറ്റ് ആയിട്ട് -1 1 വരുന്ന ഈ സീക്വൻസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓഡ് പൊസിഷനിലുള്ള ടേംസ് മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള സബ് സീക്വൻസ് കൺസിഡർ ചെയ്ത് അതെന്തായിരിക്കും, അതിനെ ഞാൻ x" എന്ന് വിളിച്ചു. അപ്പോൾ ഏതായിരിക്കും സീക്വൻസ്, കോൺസ്റ്റൻറ്റ് സീക്വൻസ് -1 ആയിരിക്കും. അതെങ്ങോട്ട് കൺവേർജ് ചെയ്യും, -1ലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, എക്സ് എന്നുള്ള സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് -1ലേക്ക് കൺവേർജ് ചെയ്യും. ഇനി ഓഡ് പൊസിഷൻസിലുള്ള ടേംസിൻ്റെ സീക്വൻസ് അതും എക്സിൻ്റെ ഒരു സബ് സീക്വൻസ് ആയിരിക്കും. അതേതായിരിക്കും സീക്വൻസ്, ഞാൻ അതിനെ x' എന്ന് വിളിച്ചിട്ടുണ്ട്. അതായത് കോൺസ്റ്റൻറ്റ് സീക്വൻസ് 1 ആയിരിക്കും. അതെങ്ങോട്ട് കൺവേർജ് ചെയ്യും, 1ലേക്ക് കൺവേർജ് ചെയ്യും. സോ എക്സ് എന്നുള്ള -1n എന്നുള്ള സീക്വൻസിന് രണ്ട് സബ് സീക്വൻസുകൾ x' x". അത് ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. ഒന്ന് 1ലേക്കും ഒന്ന് -1ലേക്കും. സോ നമ്മളുടെ ഒറിജിനൽ സീക്വൻസ് -1n എന്നുള്ള സീക്വൻസ് എന്ത് ചെയ്യില്ല, കൺവേർജ് ചെയ്യില്ല. നെക്സ്റ്റ് അടുത്തൊരു സീക്വൻസ് x = 1 1/2 3 1/3 1 1/2 3 1/4 5 1/6 എക്സെട്ര എന്നുള്ള ഈ സീക്വൻസ് അത് ഡൈവേർജൻ്റ് ആണ്. കാരണം നോക്കുക, ഞാൻ ഇത് രണ്ട് രീതിയിൽ പറയാം. ഈ സീക്വൻസ് അൺബൗണ്ടഡ് ആണ്. കാരണം ഈവൻ ഓഡ് പൊസിഷൻസിലൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് ടേം 1, തേർഡ് ടേം 3, ഫിഫ്ത്ത് ടേം 5, സിക്സ്ത് ടേം 1/6 അല്ല, സെവൻത്ത് ടേം 7, അങ്ങനെ ഓഡ് പൊസിഷനിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഡ് നമ്പറാണ് വരുന്നത്. അത് അൺബൗണ്ടഡ് ആയിരിക്കും. അതായത് ഈ സീക്വൻസ് എന്തായിരിക്കും, അൺബൗണ്ടഡ് ആയിരിക്കും. അൺബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസ് എന്ത് ചെയ്യില്ല, കൺവേർജ് ചെയ്യില്ല. ഇനി ഈ സബ് സീക്വൻസുകൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സീക്വൻസിനെ എങ്ങനെ എഴുതാം, xn എന്നുള്ള സീക്വൻസ് ആയിട്ട് എഴുതാം. ഓഡ് പൊസിഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഡ് നമ്പർ n ഓഡാണെങ്കിൽ ഏതാണോ നമ്പർ അതാണ് ആ ടേം ആയിട്ട് വരിക. nth പൊസിഷൻ ഓഡ് പൊസിഷൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഡ് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ. ഇനി ഈവൻ നമ്പർ ആണെങ്കിൽ n ഈവൻ ആണെങ്കിൽ 1/n. അപ്പോൾ 2 ഈവൻ ആണ്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ എന്തായിരിക്കും, 1/2 ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ്. ഞാൻ ഓഡ് പൊസിഷനിലുള്ള ടേംസ് മാത്രം കൺസിഡർ ചെയ്തിട്ട് ഒരു സബ് സീക്വൻസ് എടുത്തു, x'. അതെന്തായിരിക്കും, 1 3 5 7 എക്സെട്ര എന്നുള്ള സീക്വൻസ്. അതേപോലെ ഈവൻ പൊസിഷനിലുള്ള ടേംസ് മാത്രം കൺസിഡർ ചെയ്തിട്ട് ഉള്ള സബ് സീക്വൻസ് എടുത്തു, x" എന്ന് വിളിച്ചു. അതായത് സീക്വൻസ് 1/2n. അതായത് അതെന്തായാലും 1/2 1/4 1/6. അതിൽ x' എന്നുള്ള സീക്വൻസ് ഡൈവേർജൻ്റ് ആയിരിക്കും. 1 3 5 7 എന്നുള്ള സീക്വൻസ് ഡൈവേർജൻറ്റ് സീക്വൻസ് ആണ്. x" എന്നുള്ള
ഈ സബ്സീക്വൻസ് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, 0ലേക്ക് കൺവേർട്ട് ചെയ്യും. സോ എക്സ് ഡാഷിനും എക്സ് ഡബിൾ ഡാഷിനും ഡിഫറെൻറ്റ് ലിമിറ്റ്സ് ആണ്. ഈ എക്സ് ഡാഷും എക്സ് ഡബിൾ ഡാഷും എക്സിൻ്റെ ഒരു 2 സബ്സീക്വൻസുകളാണ് ഡിഫറെൻറ്റ് ലിമിറ്റ്സ് വരുന്നത്. സോ നമുക്ക് എന്താ പറയുക, എക്സ് സീക്വൻസ് എക്സ് എന്താണ്, ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്, ഡൈവേർജൻറ്റ് ക്രൈറ്റീരിയ. ഓക്കെ, ഡൈവേർജൻറ്റ് ക്രൈറ്റീരിയനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഒരു സീക്വൻസ് ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ അൺബൗണ്ടഡ് ആകണം, അൺബൗണ്ടഡ് ആണെങ്കിൽ ഡൈവേർജൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റണം, സീക്വൻസ് എക്സിന് 2 സബ്സീക്വൻസുകൾ കണ്ടെത്താൻ പറ്റണം. ആ 2 സബ്സീക്വൻസുകളുടെ ലിമിറ്റ് എന്താകരുത്, ഈക്വൽ ആകരുത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.